നമസ്കാരം. പാരന്റിംഗ്, അതായത് കുട്ടികളെ വളർത്തുന്നത് ശരിക്കും ഒരു കല തന്നെയാണല്ലേ? ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് വെറുമൊരു കടമയല്ല, നമ്മൾ ഓരോ ദിവസവും പഠിച്ചെടുക്കുന്ന, മിനുക്കിയെടുക്കുന്ന ഒരു അടിപൊളി കലയാണ്. അപ്പോൾ ഈ കലയുടെ ചില രസകരമായ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. അച്ഛാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കല ഏതായിരിക്കും? ചിലപ്പോൾ മനസ്സിലേക്ക് വരുന്നത് സംഗീതമോ ചിത്രകലയോ സിനിമയോ ഒക്കെയാവും. പക്ഷേ ഒരു തലമുറയെ മൊത്തത്തിൽ വാർത്തെടുക്കുന്നതിനേക്കാൾ വലിയൊരു കല വേറെയുണ്ടോ? അതെ, അത് പാരന്റിംഗ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞിന്റെ മനസ്സിൽ നല്ല കാര്യങ്ങളും ആത്മവിശ്വാസവുമൊക്കെ നിറയ്ക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് നമുക്കെന്ത് സൃഷ്ടിക്കാൻ പറ്റും, അല്ലേ? ആ ഒരു കല നമ്മൾ ശരിയായിട്ട് ചെയ്യുമ്പോഴാണ് അവരുടെ ഭാവി ശരിക്കും തിളക്കമുള്ളതാവുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, പണ്ടൊക്കെ നമ്മുടെ വീടുകൾ എങ്ങനെയായിരുന്നു? മുത്തശ്ശനും മുത്തശ്ശിയും അമ്മാവന്മാരുമൊക്കെയായിട്ട് ഒരു വലിയ കുടുംബം. കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനും കേൾക്കാനുമൊക്കെയായി എപ്പോഴും ചുറ്റും ആളുണ്ടായിരുന്നു. പക്ഷേ ഇന്നോ? കാലം മാറി, നമ്മളൊക്കെ ന്യൂക്ലിയർ ഫാമിലീസായി. അപ്പോൾ ആ ഒരു വലിയ ഉത്തരവാദിത്തം മുഴുവനായിട്ടും അച്ഛൻ്റെയും അമ്മയുടെയും തോളിലായി. അതുകൊണ്ട് തന്നെ പേരന്റിങ്ങിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി കാര്യമായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു കാലമാണിത്. ഇതൊരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ പറയാം. നമ്മളൊരു പുതിയ കാർ വാങ്ങിയെന്ന് വെക്കുക. എന്തു ചെയ്യും? കൃത്യമായിട്ട് സർവീസ് ചെയ്യും, നല്ല ഫ്യൂവലടിക്കും, സൂക്ഷിച്ചോടിക്കും, അല്ലേ? കാരണമെന്താ? ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കെട്ടും, വഴിയിൽ കിടക്കും. നമ്മുടെ കുട്ടികളുടെ കാര്യവും ശരിക്കും ഇതുപോലെ തന്നെയാണ്. ആവശ്യത്തിനുള്ള സ്നേഹവും ശ്രദ്ധയും കൊടുത്തില്ലെങ്കിൽ ജീവിതമെന്ന വലിയ യാത്രയിൽ അവരൊരുപാട് ബുദ്ധിമുട്ടും. അപ്പോ എന്താണ് ശരിക്കും ഈ പാരന്റിംഗ് എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം. ഒരു കുട്ടി ജനിച്ചതു മുതൽ അവർ സ്വന്തം കാലം നിൽക്കാൻ പ്രായമാവുന്നതുവരെ അവരുടെ ശരീരത്തിനും മനസ്സിനും സമൂഹത്തിൽ ഇടപഴകാനും ഒക്കെയുള്ള വളർച്ചയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ, അതാണ് രക്ഷാകർതൃത്വം. ഓക്കെ, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. സ്നേഹവും ഓവർ പ്രൊട്ടക്ഷനും, അതായത് അമിതമായ സംരക്ഷണവും തമ്മിലുള്ള വ്യത്യാസം. യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് കുട്ടികൾക്ക് പറന്നുയരാനുള്ള ചിറകുകൾ കൊടുക്കുന്നതാണ്, അല്ലാതെ അവരൊരു കൂട്ടിലിട്ട് സംരക്ഷിക്കുന്നതല്ല. അപ്പോൾ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവർ ചോദിക്കുന്നത് എന്തും വാങ്ങിക്കൊടുക്കുന്നതാണോ? ഒരിക്കലുമല്ല. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് ഭയങ്കര ആവേശത്തിൽ അന്ന് ക്ലാസ്സിൽ കേട്ട ആമയുടെയും മുയലിൻ്റെയും കഥ പറയാണെന്ന് വെക്കാം. അപ്പോൾ നമ്മൾ ആ കഥയറിയാം, അവസാനം ആമ ജയിച്ചില്ലേ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ എക്സൈറ്റ്മെന്റ് കളയരുത്. പകരം എന്നിട്ടെന്തുണ്ടായി എന്ന് കൗതുകത്തോടൊന്ന് ചോദിച്ചു നോക്കൂ. ആ ഒരു നിമിഷം അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ സ്നേഹം. ഇതാണ് സ്നേഹവും ഓവർ പ്രൊട്ടക്ഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഒന്ന് ഓർത്തു നോക്കൂ, കുട്ടിയുടെ ഹോംവർക്ക് നമ്മളങ്ങ് ചെയ്തു കൊടുത്താൽ അത് സ്നേഹമാണോ? അല്ല, അതവരെ സഹായിക്കുകയല്ല, ദ്രോഹിക്കുകയാണ്. കാരണം ഒരു തവണ നമ്മൾ അങ്ങനെ ചെയ്താൽ പിന്നെ എപ്പോഴും അവരതിനുവേണ്ടി നമ്മളെ ആശ്രയിക്കും. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാതെ എളുപ്പവഴികൾ നോക്കാൻ നമ്മൾ തന്നെ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരി, ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളിൽ നല്ല കരുത്തുള്ള ഒരു സ്വഭാവവും ആത്മവിശ്വാസവുമൊക്കെ വളർത്തിയെടുക്കുന്നത് എന്ന് നോക്കാം. കുട്ടികളുടെ ഓരോ ചെറിയ വിജയവും നമ്മൾ ആഘോഷിക്കണം. അവരൊരു കുഞ്ഞു ചിത്രം വരച്ചു കൊണ്ടുവന്നാൽ പോലും കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക. ആ വിജയം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കണം. അപ്പോൾ അവർക്ക് തോന്നും, എന്റെ ചെറിയ കാര്യങ്ങൾ പോലും അച്ഛനും അമ്മയ്ക്കും ഇത്ര സന്തോഷം തരുന്നുണ്ടല്ലോ എന്ന്. അതവർക്ക് കിട്ടുന്നൊരു വലിയ എനർജിയാണ് കൂടുതൽ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ. ഇതുപോലൊരു കഥയുണ്ട്. സ്കൂളിലെ സ്പോർട്സിൽ ജയിച്ച ഒരു ട്രോഫിയൊക്കെ ആയിട്ട് ഒരു കുട്ടി ഭയങ്കര സന്തോഷത്തിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിവന്നു. അപ്പോൾ ആ ട്രോഫിയിലേക്ക് നോക്കിയിട്ട് മുത്തശ്ശി ചോദിച്ചു, മോനെ, ഇതെന്താ തിരിയിട്ട് എണ്ണയൊഴിച്ചു കത്തിക്കാൻ പറ്റാത്ത തരം വിളക്കാണോ എന്ന്. പാവം ആ കുട്ടിയുടെ മനസ്സിൽ എന്തു തോന്നിയിട്ടുണ്ടാകുമല്ലേ? നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ പോലും അവരുടെ കൊച്ചു മനസ്സിൽ വലിയ മുറിവുണ്ടാക്കും. അവരുടെ നേട്ടങ്ങളെ നമ്മളായിട്ട് ചെറുതാക്കരുത്. ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ആർക്കു വേണ്ടിയാ? നമ്മുടെ മക്കൾക്ക് വേണ്ടി തന്നെ. അപ്പോൾ അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നതിൽ എന്താ ഒരു തെറ്റ്? പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അത് ശരിക്കും അവർക്ക് ഗുണമാണോ അതോ ദോഷമാണോ ചെയ്യുന്നത്? ഇവിടെയാണൊരു പ്രധാനപ്പെട്ട ഉപദേശം വരുന്നത്. നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു 70% വാങ്ങി നൽകിയാൽ മതി. ആ ബാക്കി 30% അതവരെ ഇല്ല എന്ന വാക്ക് കേൾക്കാൻ പഠിപ്പിക്കും. ജീവിതത്തിൽ ചില കാര്യങ്ങൾ കിട്ടില്ല എന്നും ചിലപ്പോൾ തോറ്റുപോയെന്നും വരാമെന്നും അവർ മനസ്സിലാക്കണം. ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് കളിപ്പാട്ടത്തിനു വേണ്ടി വാശി പിടിച്ച് കരഞ്ഞ മോനോട് അത് വാങ്ങിത്തരില്ല എന്ന് പറയാൻ ഒരച്ഛൻ കാണിച്ച ആ ഒരു ധൈര്യമുണ്ടല്ലോ, അതാ കുട്ടിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദയവ് ചെയ്ത് പ്ലീസ് നിങ്ങളുടെ കുട്ടികളെ വേറൊരാളുമായിട്ട് താരതമ്യം ചെയ്യരുത്. സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുമോ?
ഇല്ല, കാരണം രണ്ടും തിളങ്ങുന്നത് അതിന്റെ സമയത്താണ്. അതുപോലെ ഓരോ കുട്ടിക്കും അവരുടേതായ ഒരു സമയമുണ്ട്. നിങ്ങളുടെ കുട്ടിയും അവരുടെ സമയത്ത് തീർച്ചയായും തിളങ്ങും, ഉറപ്പാണ്. ഇനി നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾ നമ്മൾ പറയുന്ന ഉപദേശങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി പഠിക്കാനാണ് ശ്രമിക്കുക. അവരുടെ ഏറ്റവും വലിയ റോൾ മോഡൽസ് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് അവരെ തിരുത്തേണ്ടി വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ സ്വഭാവത്തെ വിമർശിക്കുക, കുട്ടിയെ മൊത്തത്തിലല്ല. അതായത്, നീ ഒരു മോശം കുട്ടിയാണ് എന്നൊരിക്കലും പറയരുത്. പകരം, നീ ചെയ്ത ഈ കാര്യം ശരിയായില്ല കേട്ടോ എന്ന് പറയാം. കണ്ടോ, കുട്ടിയെയല്ല, ആ തെറ്റായ പ്രവൃത്തിയാണ് നമ്മൾ വിമർശിക്കേണ്ടത്. ആ വ്യത്യാസം കണ്ടില്ലേ? നീയൊരു മടിയനാണ് എന്ന് പറയുന്നതിന് പകരം, ഈ തുണിയൊക്കെ ഇങ്ങനെ നിലത്തിടുന്ന ശീലം മാറ്റണം കേട്ടോ എന്ന് പറഞ്ഞു നോക്കൂ. അല്ലെങ്കിൽ, നീ ഞാൻ പറയുന്നതൊന്നും കേട്ടില്ല എന്ന് പരാതിപ്പെടുന്നതിനു പകരം, അമ്മ സംസാരിക്കുമ്പോൾ മോൻ ശ്രദ്ധിക്കാത്തത് അമ്മയ്ക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട് എന്ന് പറയാം. ഇങ്ങനെ പറയുമ്പോൾ താനൊരു മോശം ആളാണെന്നല്ല, മറിച്ച് തന്റെ ഈയൊരു സ്വഭാവമാണ് മാറ്റേണ്ടത് എന്ന് കുട്ടിക്ക് മനസ്സിലാകും. അത് അവരെ സ്വയം മാറാൻ സഹായിക്കും. ഇനി വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം. കുട്ടികളുടെ മുന്നിൽ വെച്ച് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടുകയോ പരസ്പരം കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് ഒരിക്കലും. ചിലപ്പോൾ കറിയുടെ രുചിയെക്കുറിച്ചോ പൈസയുടെ കാര്യത്തെക്കുറിച്ചോ ഒക്കെയാവും തർക്കം. പക്ഷേ ഇത് കാണുന്ന കുട്ടി പഠിക്കുന്നതെന്താ? ഒരു റിലേഷൻഷിപ്പിൽ പരസ്പരം ബഹുമാനമില്ലാതെ പെരുമാറുന്നത് ഒരു സാധാരണ കാര്യമാണെന്നാണ്. അതുപോലെ കുട്ടികളെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ പഠിപ്പിക്കണം. അവരുടെ പ്ലേറ്റ് കഴുകി വെക്കുന്നതോ സ്കൂൾ ബാഗ് തനിയെ എടുത്തു വെക്കുന്നതോ ഒക്കെ നല്ല ശീലങ്ങളാണ്. ഇതൊക്കെ അവരെ ഇൻഡിപെൻഡന്റ് ആക്കും. നാളെ ഒരു കോളേജ് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയോ ദൂരെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ശീലങ്ങളായിരിക്കും അവർക്ക് ഏറ്റവും വലിയൊരു കരുത്ത്. ഒരു അച്ഛന്റെയോ അമ്മയുടെയോ വാക്കിന് ഒരു കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുമോ? കഴിയും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള തോമസ് ആൽവാ എഡിസന്റെ കഥ, അദ്ദേഹത്തിന്റെയും അമ്മയുടെയും കഥ. ഒരിക്കൽ സ്കൂളിൽ നിന്ന് വന്ന കൊച്ചുമകന്റെ കയ്യിൽ ടീച്ചർ ഒരു കത്ത് കൊടുത്തുവിട്ടു. അത് അമ്മയ്ക്ക് കൊടുക്കാനായിരുന്നു. ആ അമ്മ ആ കത്ത് കണ്ണീരോടെ പക്ഷേ ഉറച്ച ശബ്ദത്തിൽ അവനെ വായിച്ചു കേൾപ്പിച്ചു. നിങ്ങളുടെ മകൻ ഒരു ജീനിയസാണ്. അവനെ പഠിപ്പിക്കാനുള്ള കഴിവൊന്നും ഈ സ്കൂളിനില്ല. ദയവായി അവനെ നിങ്ങൾ തന്നെ വീട്ടിലിരുത്തി പഠിപ്പിക്കുക. ആ അമ്മ അത് ചെയ്തു. ആ അമ്മയുടെ വിശ്വാസത്തിൽ ആ കുട്ടി വളർന്നു. ലോകം കണ്ട ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരിൽ ഒരാളായി തോമസ് ആൽവാ എഡിസനായി മാറി. വർഷങ്ങൾക്ക് ശേഷം അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞ് എഡിസൺ പഴയ സാധനങ്ങൾക്കിടയിൽ നിന്ന് ആ യഥാർത്ഥ കത്ത് കണ്ടെത്തി. അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: നിങ്ങളുടെ മകന് ബുദ്ധിമാന്ദ്യമുണ്ട്, അവനെ ഇനി ഈ സ്കൂളിലേക്ക് അയക്കരുത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, അന്ന് അമ്മ ആ കത്ത് അതുപോലെ വായിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരുപക്ഷെ ലോകത്തിന് എഡിസൺ എന്ന ജീനിയസിനെ തന്നെ നഷ്ടപ്പെട്ടേനെ. കണ്ടോ, ഒരമ്മയുടെ വാക്കിന് ഒരു കുട്ടിയുടെ തലവിധി തന്നെ മാറ്റിയെഴുതാൻ പറ്റി. ലോകം മുഴുവൻ മണ്ടനെന്ന് പറഞ്ഞ ഒരു കുട്ടിയെ ഒരമ്മയുടെ വാക്കുകൾ ഒരു ജീനിയസാക്കി മാറ്റി. അപ്പോ ഈയൊരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം: നാളെ നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് എന്ത് കഥയായിരിക്കും പറയുക? ആ കഥ എഴുതുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും. ഈയൊരു ചിന്തയോടെ നിർത്തുന്നു. നന്ദി.